അവിടെ ഈ നേവിയുടെ സംഘത്തിന് ഇപ്പോഴും താഴെ ഭാഗത്തേക്ക് പൂർണ്ണമായും മാറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. അവർക്ക് കൃത്യമായി ആ ഒരു മേഖലയിലേക്ക് ഡൈവ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു ദൃശ്യവും കൂടി നൽകാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പറയുന്ന ഡിവൈഡറുകളെല്ലാം തന്നെ നൽകുന്നത് ആ മേഖലയിൽ കൊണ്ടുപോയി വിന്യസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ MLA പറഞ്ഞതുപോലെ തന്നെ കൂടുതലായി ആ മേഖലയിൽ മണ്ണൊലിപ്പ് ഉണ്ടാവുകയാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണെന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു ഹിറ്റാച്ചി കൂടി ആ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. കൂടുതൽ യന്ത്രങ്ങൾ കൂടി എത്തിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ കൂടുതലായി എക്യുപ്മെൻറ്റുകൾ ആ മേഖലയിലേക്ക് എത്തിച്ച് തെരച്ചിലുകൾ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ കാലാവസ്ഥ വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഡൈവേഴ്സിന് താഴെത്തട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയിട്ട് പോലും ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ ആ ഒരു വാഹനത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിൽ സ്കൂബ ഡൈവേഴ്സിന് പോകാൻ കഴിയുമെന്ന് നമ്മൾ കരുതുകയാണ്. ഗംഗാവലിയുടെ സ്വഭാവം അനുസരിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ആ മേഖലയിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതലം പൂർണ്ണമായും ക്ലിയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇടപെടാനുള്ള സാഹചര്യം അവിടെയുണ്ട്. നമ്മൾ നേരത്തെ പോയി കണ്ടപ്പോഴും അത് വളരെ കൃത്യമാണ്. പക്ഷേ ഇത്തരത്തിൽ കൂടുതലായി മഴ പെയ്യുകയും ആ മണ്ണിൻ്റെ ഘടനയെ അത് മാറ്റുകയും ഒക്കെ ചെയ്താൽ മണ്ണ് എടുക്കുന്നതും അത് നീക്കുന്നതുമൊക്കെ ആയുള്ള പ്രവൃത്തികൾ വീണ്ടും മന്ദീഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അർജുനെ ജീവനോടെ തിരികെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ പ്രതീക്ഷ കൈവിടാതെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലോറി ആ മണ്ണിന് അടിയിലേക്ക് പോവുകയും അവിടെ പുതഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ട പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഈ 9 ദിവസം പിന്നിടുകയാണ്. 10ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആശാവഹമായ ഒരു സാഹചര്യം വന്നു ചേരുന്നത്. അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനകളിലേക്ക് പോകാൻ പോലും പറ്റുന്നത് ഈ ഘട്ടത്തിലാണ്. നേരത്തെയും പല വിധത്തിലുള്ള സിഗ്നലുകൾ പല കോണിൽ നിന്ന് കിട്ടി എന്നുള്ളത് സംബന്ധിച്ച് റഡാറിൻ്റെയും ഒക്കെ അത്തരത്തിലുള്ള സൂചനകൾ വന്നിരുന്നു. ആ മേഖലകളിലൊക്കെ പരിശോധനകൾ നടത്തിയെങ്കിലും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തന്നെ ആ മലയടിവാരത്ത് തന്നെ GPS-ൻ്റെ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണങ്ങൾ അത് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് മറ്റ് കൂടുതൽ മെറ്റൽ ഡിറ്റക്ടറുകൾ ഉൾപ്പെടെ ആ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയത്. അപ്പോഴും കൃത്യമായി ലോഹ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ പോലും അത് വലിയ പാറക്കെട്ടുകളുടെയൊക്കെ ലോഹ സാന്നിധ്യമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിരാശ മാത്രമായിരുന്നു ഫലം. ഏറ്റവും ഒടുവിൽ ഇന്നലെ കിട്ടിയ നദിയിലേക്ക് ഉള്ള ഏതാണ്ട് 30 മീറ്റർ മാറിയുള്ള ആ ഒരു സിഗ്നൽ പോലും നമുക്ക് നിരാശയാണ് സമ്മാനിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇന്നലെ രാത്രിയോടുകൂടി റഡാർ സോണാർ സിഗ്നലുകൾ പുറത്തേക്ക് വരികയും അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അത് നദിയുടെ ഓരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും കൂടുതൽ സ്ട്രാറ്റജിയിൽ മാറ്റം വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആർമി പറഞ്ഞതനുസരിച്ച് കൃത്യമായി ലക്ഷ്മണൻ്റെ കടയുണ്ടായിരുന്നതിൽ നിന്ന് അല്പം മാറിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടുള്ള ആ മണ്ണ് പുഴയിലേക്ക് വീണ് കിടക്കുന്ന ആ പ്രതലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹാർനസ് ഉൾപ്പെടെ കെട്ടി NDRF സംഘം ആ മേഖലയിലൂടെ ആഴ്ന്നിറങ്ങുന്നത് നമ്മൾ കണ്ടു. അവിടെയൊക്കെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി. അതേസമയം തന്നെ നേവിയുടെ സംഘം സ്കൂബ സംഘം നദിയിൽ ഒന്നടങ്കം ഒഴുകി നടക്കുകയും അവർ സോണാർ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടി ഇമേജുകൾ പുറത്തേക്ക് വന്ന പശ്ചാത്തലത്തിലാണ് ആ വാഹനം ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അതേ തുടർന്നാണ് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ബൂം എക്സ്കവേറ്റർ ഈ മേഖലയിലേക്ക് എത്തിക്കുകയും അവിടെ പ്രത്യേക പാത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനകൾ പുനരാരംഭിക്കുകയും ചെയ്തത്. അതിനൊരു വേഗം കൂടുന്നത്, ഊർജ്ജം കൂടുന്നത് നമ്മൾ കണ്ടു. എല്ലാ ജനപ്രതിനിധികളുടെയും വാക്കിൽ പോലും ആ ഊർജ്ജം കൂടുന്നത് നമ്മൾ കണ്ടിരുന്നു. അവരൊക്കെ ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൃത്യമായ ഒരു ധാരണ കിട്ടുമെന്നുള്ളതാണ്. അത്തരം ധാരണയിലേക്ക് ജില്ലാ പോലീസ് തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്നത് കണ്ടു. ഇനി വേണ്ടത് എത്രയും പെട്ടെന്ന് ആ മണ്ണ് നീക്കാനുള്ള സാഹചര്യം ഒരുങ്ങുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വാക്കുകൊണ്ട് ഇങ്ങനെ വിവരിക്കുമ്പോൾ പോലും അവിടെ പരിമിതികൾ ഒരുപാടുണ്ട്. ആ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് തന്നെ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമായി നടക്കേണ്ടതുണ്ട്. അങ്ങനെ അത് നടന്നു കഴിയുകയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് അവിടെ നിന്നും ഒരു നല്ല റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് അത്തരത്തിൽ പ്രതീക്ഷകൾ മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അത്തരത്തിൽ വളരെ ഗുണകരമായ ഒരു സാഹചര്യം സംജാതമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിവരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും 9 ദിവസത്തോളം നമ്മൾ കാത്തിരുന്നു. ഇനി
ഇനി അല്പസമയവും കൂടി അത്തരത്തിലുള്ളൊരു കാത്തിരിപ്പ് തുടരേണ്ടി വരും. അർജുനെ കണ്ടെത്തുന്നതുവരെ, അർജുൻ്റെ വാഹനം കണ്ടെത്തുന്നതുവരെയുള്ള ആ കാത്തിരിപ്പ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായി അവിടെയുള്ള സംവിധാനങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കാത്തിരിപ്പ് ഇനി അത്ര കണ്ട് ദൈർഘ്യമുള്ളതായി മാറില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ പ്രകൃതി കൂടി കരിയേണ്ടതുണ്ട്. പ്രകൃതിയുടെ താണ്ഡവത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ ദീപക് ഇപ്പോൾ കുടചൂടിയാണ് നിൽക്കുന്നത്. ദീപക് ഇപ്പോൾ കുടചൂടിയാണ് നിൽക്കുന്നത്. ആ കുടചൂടി നിൽക്കുന്ന ഇടത്ത് മഴ ഇപ്പോൾ ശക്തമായി പെയ്യുന്നുണ്ടോ അതോ ഇടയ്ക്ക് മാത്രം മഴ വന്നു പോവുകയാണോ? മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടയ്ക്ക് അതിൻ്റെ ശക്തി കൂടുന്നു, അതിൻ്റെ കാറ്റിൻ്റെ വേഗത കൂടുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയമായി ഈ മഴ ഇങ്ങനെ തുടർന്ന് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ മേഖലയിലെ ആകാശം ഉൾപ്പെടെ വളരെ മേഘാവൃതമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അന്തരീക്ഷം വളരെ കലുഷിതമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് തുടരുകയാണെങ്കിൽ രാത്രിയിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. ഇനിയിപ്പോൾ രാത്രിയിലേക്ക് രക്ഷാപ്രവർത്തനം അങ്ങനെ നീട്ടാൻ തീരുമാനിച്ചാൽ തന്നെ 24 hours എന്നുള്ള നിലയിലേക്ക് രക്ഷാപ്രവർത്തനം കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ തന്നെ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഒരു